മർഅതു കുല്ലുഹാ ഔറാ. വളരെയധികം ഭവ്യതയോടെ, നാണത്തോടെ, ലജ്ജയോടെ, പേടിയോടെ, ചങ്കിയോടെ കഴിയേണ്ട നീ എങ്ങനെ ഇങ്ങനെ ഓപ്പണായി നടക്കുന്നു? എങ്ങനെ ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്നു? എങ്ങനെയാ നീ അല്ലാഹനെ മറന്നിട്ട് ഇങ്ങനെ ഞെളിയെന്ന്? പടച്ച റബ്ബ് തന്ന ചന്തം കാട്ടിയിട്ട് നീ അഹങ്കരിക്കണ്ട. റബ്ബ് തന്ന ചന്തമില്ലേ, റബ്ബിനെ എടുത്തു കളയാലോ. മൈക്കൽ ജാക്സൺ അറിയാലേ? മരണപ്പെട്ടു പോയ തമിഴ്നാടിന്റെ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന കുമാരി ജയലളിതാനെ അറിയാലേ? എന്താ ഇന്ന് കേട്ടെങ്കില് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിന് രണ്ടാൾക്കും. അവസാനം എന്തോ ഒരു ടൈമിൽ ചന്തം മതിയായില്ല എന്നായി. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ആക്കിയിട്ട് അവസാനം ആപത്തിന്റെ മേലാപത്തായി. മൈക്കൽ ജാക്സന്റെ മൂക്ക് നാറാൻ തുടങ്ങി. അവസാനം അയാളത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വെള്ളിയുടെ മൂക്കോ ആയിരുന്നു അത്ര. ഒന്ന് സെർച്ച് ചെയ്താൽ കാണും. ഒന്ന് ഗൂഗിളിലോ മറ്റു സെർച്ച് ചെയ്ത് നോക്കി സംഗതി മനസ്സിലാവും. നോക്കി അവിടെ എന്ത് അടിമകൾ പറഞ്ഞു മോശം. അല്ല തന്ന ചന്തം മതിയാന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഓരോരുത്തർ എന്തെല്ലാം കോലം. ഞങ്ങളെ ചക്ക യാ റഹ്മാൻ എന്തെല്ലാം തേക്ക്. സുബ്ഹാന റബ്ബി മുഞ്ഞാന്നുണ്ട് ഒരു 10, 18, 19 ഇറങ്ങി 20. അതിന്റെ അപ്പുറം പോവല്ല. അങ്ങനത്തെ ഒരു കല്ല് പോലത്തെ ചക്ക ഉണ്ട് റഹ്മാനായ റബ്ബ്. ഒരു നാക്ക് മിന്നെ കറുത്ത മുടിയും 1.5 താടിയും വെച്ചിട്ട് നടന്ന ചക്ക പിറ്റേ നസർക്ക് 3:30 മണിക്ക് നടക്കുമ്പോ ബെൽത്ത് നരിച്ചിട്ട് അങ്ങ് പോയി താടിയും മുടിയും. റഹ്മാനായ റബ്ബ് ആസ്ട്രേലിയക്ക് മൂറ്റ് പോയിട്ടുണ്ടായിരുന്നു. തീ പിടിച്ചനല്ലോ ഇവിടെ. അല്ല എന്നെങ്കിലും കറക്കേണ്ടിയത് തന്നെയല്ലേ ഇതങ്ങനല്ല. ഇത് അളക്ക് ബെൽത്തിനല്ലേ ഫുൾ. നിങ്ങത്തെ ചിരിക്കുന്ന ഇല്ലാന്ന അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന്റെ ഒരു ഉപദേശം കളവ് പറഞ്ഞിട്ട് ജോക്ക് ചൊല്ലിയിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടില്ല. ഇത് 100% ഹക്കാണ്. ബദരീങ്ങളാണ് ഷാഹിദ്. ബദരീങ്ങളെ പേരിലുള്ള ഈ പള്ളിയാണ് ഷാഹിദ്. എങ്ങനത്തെ താടി, കറുകറുത്ത താടിയും മുടിയും, വെളുത്ത് ചെറിയ ചക്ക. ഇതെന്ത് പോയി ഇങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട്? പണ്ടുള്ള മനുഷ്യന്മാരല്ല കോലം മാറ്റി. ജുമാക്ക് പോവാത്തതിന്, നിസ്കരിക്കാത്തതിന് കൂനു ഖിറാദത്തൻ ഖാസിഈൻ വിശുദ്ധ ഖുർആനാണല്ലോ അല്ലേ? വയസ്സന്മാരെ അല്ലാഹു തആല കൊരങ്ങന്മാരാക്കി, ബാല്യക്കാരെ അല്ലാഹു പന്നികളാക്കി. എപ്പോ? പണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ലോകത്തില്ല. എന്താ ഇല്ലാത്ത പന്നികളാക്കപ്പെടാനും കുരങ്ങന്മാരാക്കപ്പെടാനും പറ്റിയോറില്ലാത്തത് കൊണ്ടല്ല. ജുമാക്ക് പോവാത്ത ജാമകള്ളന്മാർ കുറെ ഉണ്ട്, ഉടനുണ്ട്. ഈ നാട്ടിലെ ഉണ്ട്. എണ്ണിയെങ്കിൽ 12 പന്നികളെയും കിട്ടും, 23 കുരങ്ങന്മാരെയും കിട്ടും. എന്നിട്ടും അല്ലാഹു ചെയ്യാതെന്തറിയോ? മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിച്ചിട്ട് നബിയേ, പഴയ കാലത്തുള്ള ജനങ്ങളെ പെട്ടെന്ന് സ്പോട്ടിൽ ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ, കോലം മറിച്ചതുപോലെ നിങ്ങളെ ഉമ്മത്തിങ്ങളെ ഞങ്ങൾ അങ്ങനെ ദുനിയാവിൽ ശിക്ഷിക്കില്ല നബിയെ. എപ്പെങ്കിലും എവിടെങ്കിലും ഒരു ഡോസ് കൊടുത്തെങ്കിലായി എന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ പണ്ടത്തെ പോലെ എല്ലാവരെയും അങ്ങനെ ഞങ്ങൾ നശിപ്പിക്കല, കോലം കെടുത്തല. അത് ഞങ്ങൾ ആഖിറത്തിലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് നബിയെ. അത് നിങ്ങളെ ബഹുമാനിച്ചിട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിയായിനെ. അതുകൊണ്ടാണ് ഞമ്മ ഈ കോലത്തില് ഈ ചക്ക ഇങ്ങനെ ബെൽത്തിട്ട് കാണുമ്പോ ഓനെ കണ്ടിട്ടാകുമ്പോ കേട്ട് ഇതെന്താ ഇങ്ങനെ അളക്ക ബെൽറ്റിന് എന്തായി, നീ ഏത് ഷാമ്പു ഇട്ട്, എന്ത് കെമിക്കലാ? അല്ല ഉസ്താദ്, അത് ഇപ്പത്തെ കളർ, പുതിയ കളറുള്ള ഡേ. വയസ്സന്മാര് ബെൽത്തങ്ങ, തലമുടി താടിമുടി അല്ലെ ബെൽത്തങ്ങ പള്ളിക്ക് വരുമ്പോ 21 പുതിയ ആപ്പുള്ള പോലെ കറുത്തിട്ട് വേണ്ട ഫുള്ള് ഡേയില് അളക്ക കറുപ്പിച്ചിട്ട് അയാളെ വിചാരം ഞാൻ ഇപ്പം മരിക്കില്ല, എനും 4 ഗോൾ അടിക്ക. അങ്ങനെ ആളൊക്കെ കറുപ്പിച്ചിട്ട് വന്നെ. ചക്ക കറുത്ത മുടിയും കറുത്ത താടിയും വെളുപ്പിച്ചിട്ട് വന്നു. അല്ല, ഈ ലോകത്തിന്റെ ഒരു കഥ നോക്കി, വെറും ഒരു നാടകമേ ഉലകം. ഓരോരുത്തന്റെ ഓരോ മനസ്ഥിതി, ഒരു നോക്കി, അവന്റെ ഒരു മനസ്സിന്റെ ഒരു ചിന്ത. വയസ്സന്മാർക്ക് മുടി കറുപ്പിക്കണം, ബാല്യക്കാർക്ക് മുടി വെളുപ്പിക്കണം.
എങ്ങനെല്ലാം കോലം കെട്ടുന്നത്? നമ്മളെ പെണ്ണിനെ കാണുന്നില്ലേ? ചോന്നിട്ട് ചുണ്ട് ചെമ്പാപ്പ് പോലെ കൊണ്ട് പടച്ചറപ്പ് കൊടുത്തു ഇല്ലേ? പടച്ചതമ്പുരാൻ ഖുർആനിൽ പറയുന്നുണ്ട്, ഞങ്ങൾ മനുഷ്യന്മാർക്ക് നല്ല 2 ചുണ്ടുകൾ നൽകി, മനോഹരമായ 2 ചെഞ്ചുണ്ടുകൾ, ചുവന്ന ചുണ്ടുകൾ, നല്ല മനോഹരമായ 2 ചിരികള് എല്ലാ മനുഷ്യർക്കും അല്ലാഹു തന്നു. എന്നിട്ട് പോലും ഞങ്ങളെ പെണ്ണിന് ആ ചോപ്പ് മതിയായിട്ട അതിന്റെ മേൾക്ക് പിന്നെയും പുറത്തിയ ആ ടാറ് പോലത്തെ ഒരു ചോന്ന സാധനമില്ല. എന്താ ഇതിന്റെ പേര്? എന്തല്ലേ? പേടിയാന്നല്ലേ? പെണ്ണുങ്ങളെ പേടിയാന്നല്ലേ? എന്താക്കല്ലേ? പേടിക്കണ്ട. ചലോ ലിഫ്റ്റിക്. ചില പെണ്ണടക്കം കണ്ടില്ലേ? ചില മനുഷ്യന്മാർ, ചില ഏതൊരു പെണ്ണ് മുഞ്ഞാന്നൊരു ഏതൊരു പെണ്ണ് ഇതേപോലെ ലിഫ്റ്റിക്കല് ഇട്ടിട്ട് വന്നിന്. ആ പെണ്ണ് സാധാരണ ബാപ്പ ഉമ്മാനെ വിളിക്കുന്ന അങ്ങനെ അറിയോ? ഉമ്മ അബ്ബ, ഉമ്മ അബ്ബ എപ്പോഴും വിളിക്കുന്ന അങ്ങനെ. ഇപ്പൊ ഒരു 2 ആഴ്ചയായി ഉമ്മ അബ്ബ പോയിട്ട് പിന്നെ ഡാഡി മമ്മി, ഡാഡി 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 നൈനി ഡാഡി. അപ്പൊ ഇത് ആരോ കേട്ട് ബാപ്പാന്ന് ഉപ്പാന്ന് വിളിച്ച നീ എന്ത് ഇപ്പൊ ഡാഡി ഡാഡിന്ന് വിളിക്കുന്നെന്ന് കേട്ടിട്ടാകുമ്പോ ആ പെണ്ണ് പറഞ്ഞെന്തറിയോ? അത് എന്റെ ചുണ്ടിൽ ലിഫ്റ്റ് കൊണ്ടു, അത് ബാപ്പ അബ്ബാൻ ചെല്ലുമ്പോ അത് പറ്റിട്ട് പോന്നു. അപ്പൊ ഇനി ഡാഡി ഡാഡി ചെല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നല്ലേ? ഇപ്പൊ എന്തോ ആന്നില്ല, ഗ്യാരണ്ടി ചെയ്യില്ല. അങ്ങനെയാണ് ചിരിക്കാൻ പറയല്ല. ഒരുതരം കോലം, കോമാളി വേഷം. മരണമില്ല എന്ന ബോധം, മരിക്കാനില്ല എന്ന ബോധം. ചെറുപ്പക്കാരാ, എന്റെ വാല് കേൾക്കുന്ന പെങ്ങള്, പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണ് നിന്നെ കാത്തിരിക്കുന്നു. അവിടെയുള്ള പുഴുക്കള് നിന്നെ കാത്തിരിക്കുന്നു. ചെതലുകൾ നിന്നെ കാത്തിരിക്കുന്നു. അഴകാർന്ന നിന്റെ വേനിയല, മനോഹരമായ നിന്റെ ശരീരത്തില, ജിമ്മിന് പോയിട്ട് നല്ല ഉഷാറാക്കിയ നിന്റെ ആ ബോഡിയില ഒന്ന് കയറി ഇറങ്ങാൻ ആ ചെതലും പുഴുക്കളും അവിടെ കാത്തിരിക്കുകയാണ്. റബ്ബ് കാക്കട്ടെ. നമ്മുടെ ബാല്യക്കാർ കേൾക്കണോ? ഞങ്ങള് യങ് മെൻസ് കേൾക്കണോ? യൂത്ത് വിങ് കേൾക്കണോ? മൂത്ത വിങ്കും കേൾക്കണോ? മൂത്ത വിങ്കും കേൾക്കണോ? കേൾക്കണ്ടെന്നല്ല, പക്ഷെ യൂത്ത് വിങ്കാണ് ഏറെ കേൾക്കേണ്ടത്. ഞങ്ങളെ മൂത്തമ്മ കേൾക്കണോ? അതിന്റെ ഇടയിലുള്ള നിങ്ങളെ മോള് പെണ്ണ് കിടാവും കേട്ടോ. കാരണം ഓൾക്കാണല്ലോ ഇപ്പൊ ഡിസ്കോ ഡാൻസ് അല്ലേ? എന്താണിത്? എന്ത് സംഭവം? മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പറഞ്ഞു, എന്റെ തൊപ്പി വീണുപോയി, എന്റെ തൊപ്പി വീണുപോയി. ഇവിടെ തലന്നെ പോകുമ്പോ നിങ്ങളെ തൊപ്പിയ തല ഉണ്ടെങ്കല്ല തൊപ്പി. ഇവിടെ മനുഷ്യന്മാർ തലക്ക് വേണ്ടിട്ട് വേച്ചാടിക്കൊണ്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇയാള് തൊപ്പി. അപ്പൊ മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പറഞ്ഞെന്തറിയോ? അത് സാധാരണ തൊപ്പിയല്ല. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആസാർ, അവിടത്തെ പരിശുദ്ധമായ തല പിന്നെ മുടി, അവിടത്തെ പരിശുദ്ധമായ രോമ, അവിടത്തെ പരിശുദ്ധമായ മുടി, അത് തുന്നി പിടിക്കപ്പെട്ട തുന്നി വെച്ചിട്ടുള്ള തൊപ്പിയാണത്. ആ തൊപ്പിയിൽ റസൂലുള്ളാഹിന്റെ ആസാറുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ തിരുശേഷിപ്പുണ്ട്. അത് വെച്ചിട്ടായിരുന്നു ഇത്ര കാലം ഞാൻ യുദ്ധത്തിനിറങ്ങിയതോ, ഞാൻ ഇറങ്ങിയ യുദ്ധമെല്ലാം ജയിച്ചടക്കിയതോ. ആ തിരുശേഷിപ്പിന്റെ ബർക്കത്താണ്. മുത്തുനബി തങ്ങളെ മുടിന്റെ പവറാണ്. ആ നബി തങ്ങളെ മുടിയുള്ള എന്റെ തൊപ്പി ഇവിടെ എവിടെയോ വീണുപോയി. അതുകൊണ്ടാണ് ഞാൻ തേടുന്നതെന്ന് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പറഞ്ഞെങ്കിൽ, ഏത് സന്ദിഗ്ധ ഘട്ടങ്ങളിലും, ഏത് സന്താപഘട്ടത്തിലും, ഏത് ബേജാറിന്റെ ഘട്ടത്തിലോ, ഏത് ദുഃഖത്തിന്റെ ഘട്ടത്തിലോ, ഏത് ഭീകരമായ ഘട്ടത്തിലോ അല്ലാഹനെ മറക്കണ്ട, മുത്തുനബി തങ്ങളെ മറക്കണ്ട, ഇതുപോലെയുള്ള നല്ല കാര്യം മറക്കണ്ട.